വർഷങ്ങൾക്ക് മുൻപ് ജനഗണമന സിനിമയുടെ പ്രസ് മീറ്റ് നടക്കുന്നു. ചോദ്യകർത്താക്കളിൽ ഒരാൾ നടൻ പൃഥ്വിരാജിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നമ്മുടെ നാട്ടിൽ നിന്ന് ബാഹുബലിയും KGF പോലുള്ള സിനിമകളൊക്കെ ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണ്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ പൃഥ്വിരാജ് മറുപടി പറഞ്ഞു: 100% ഗ്യാരണ്ടി, 100% ഉണ്ടാവും. നമ്മുടെ ബാഹുബലിയും KGF ഒക്കെ വരും. അതിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അന്ന് ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളിലേറെയും ആളുകൾ പ്രതീക്ഷയോടെ പറയുന്നത് ഒറ്റ പേരാണ്: ഉണ്ണി മുകുന്ദൻ. 2 വർഷങ്ങൾക്കിപ്പുറം ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ് ലൈനിലെത്തിയ മാർക്കോയിലൂടെ ആ പ്രതീക്ഷയിലേക്ക് എത്താൻ ഉണ്ണി മുകുന്ദന് കഴിയുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. അങ്ങേയറ്റം ഹൈപ്പ്, അതിനുമപ്പുറം എക്സ്പെക്ടേഷൻ, അതിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത റിയാലിറ്റി എന്നാണ് പ്രേക്ഷകർ മാർക്കോയെ വിലയിരുത്തുന്നത്. ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് മാർക്കോ നേടുമ്പോൾ ഈ ഒരു നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഗുജറാത്തിലെ ബിസിനസ്സുകാരന്റെ മകൻ, ധാരാളം പൈസ കയ്യിലുണ്ട്, അത് ചെലവാക്കാനായി സിനിമയിലെത്തിയ ഒരു പയ്യൻ. തുടക്കകാലങ്ങളിൽ ഉണ്ണി മുകുന്ദനെ